പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Right? ഇത്രയും പേർക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ദൈവം കൃപ നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank and praise God for God has enabled us to come together in this number, in this place. ഈ ആഴ്ചയിൽ നമ്മൾ പ്രത്യേകം പലവിധമായ ക്രൈസിസിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നിടത്തോളം ആളുകൾ സമയത്തെ വേർതിരിക്കണം. Especially this week, many people are going through different crises. Please, I request everyone to spend as much time as possible in prayer. സ്തോത്രം. പ്രത്യേകിച്ച് ജയ്ത കഴിഞ്ഞ 3 മാസത്തിലധികമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. Especially our sister Jada was with us for the past 3 months. 7th ഇന്ത്യയിലേക്ക് യാത്രയാകുന്നു. കർത്താവ് കൃപ ചെയ്യണം. എല്ലാ നിലയിലും പ്രിയമകളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. She is traveling back to India in 7th, if God willing, and please uphold her in your prayers. നമ്മുടെ ഇടയിൽ തന്നെ പ്രയർ റിക്വസ്റ്റ് പറഞ്ഞില്ലെങ്കിലും പലവിധമായ ക്രൈസിസും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. Even though many people didn't share their crisis or difficulties or problems, many people are undergoing through different severe situations. Please uphold each other in your prayers. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ഇന്നലെ എനിക്ക് ഫീനിക്സിൽ കടന്നു പോകാൻ കർത്താവ് കൃപ ചെയ്തു. God has enabled me, especially yesterday, to travel all the way to Phoenix, Arizona. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 1 hour 20 minutes ഞാൻ അവിടെ വചനം പ്രസംഗിച്ചു. I was able to deliver message almost 1.5 hours. ഹോളി കമ്മ്യൂണിയൻ നടത്താൻ കർത്താവ് കൃപ ചെയ്തു. And God enabled me to conduct the Lord's Supper. എനിക്ക് തോന്നുന്നു അറൗണ്ട് 22 ആൾക്കാർ, ഞാൻ എണ്ണിയില്ല എക്സാക്ട്ലി. ചെന്നപ്പോഴേ ബിസി ആയിരുന്നുകൊണ്ട് അങ്ങനെ എല്ലാവരുടെയും കൂട്ടി എനിക്ക് ഇൻ ബിറ്റ്വീൻ 20-25 ആളുകൾ കൂടി. ദൈവത്തിന് സ്തോത്രം. Amen. May God's name be glorified. Approximately 20 to 22 people gathered for that meeting. നിങ്ങൾ പ്രാർത്ഥിക്കണം. അത്രയും നേരം ദൈവവചനം പറഞ്ഞിട്ട് അവരെല്ലാം പേനയും പേപ്പറായിട്ട് അതിൽ എഴുതിയെടുത്തോണ്ടിരുന്നു. ഒത്തിരി സന്തോഷമായിരുന്നു കാണാൻ തന്നെ. Even though I was spending almost 1.5 hours, still people were waiting to hear because they were ready and they were gathering all the notes with a pen and paper. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാം, എൻ്റെ ഉപദേശി 20 minutes ഉള്ള ഗ്രാസ്പിംഗ് കപ്പാസിറ്റി നമുക്ക് എല്ലാവർക്കും ഉള്ളന്നേരം എങ്ങനെയാണ് 1.5 മണിക്കൂർ എന്നല്ലേ. Many times I am hearing that many people are reminding me, our dear pastor, we only have grasping capacity approximately 10 to 15 minutes. How can we spend for this long sermons? നമുക്ക് എക്സാമിന് പഠിക്കാൻ 12 hours ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഉണ്ട്. We are able to spend approximately 16 to 17 hours to prepare for a physical worldly examination. ഒരു ക്ഷീണമില്ല, ഉറങ്ങാതെ പഠിക്കും. We do not have any tiring or any tiredness, but we will spend as much time as possible to prepare for a physical examination. ബൈബിൾ കേൾക്കുമ്പോൾ മാത്രം 20 minutes മാത്രമേ പറ്റുള്ളൂ. Whenever we start to listen to the word of God, we are tired or we are only alert and ready to hear approximately 15 minutes. അതൊക്കെ നമുക്ക് എത്രമാത്രം കർത്താവിനോട് സ്നേഹം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. മനസ്സിലാവുന്നു? These are all signs how much we love God. കർത്താവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഫുൾ ടൈം ഒരു പ്രശ്നമില്ല. If we love truly our God, we do not have any problem to spend 24 hours. അതുകൊണ്ട് അവിടുത്തെ പ്രവർത്തനത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. So please pray for those the ministry over Arizona. അവിടെയും ഒരു സെറ്റപ്പാർട്ട് ചെയ്ത ക്രൈസ്റ്റ് അലോൺ, സ്ക്രിപ്ചർ അലോൺ ആയ ഒരു ചർച്ച അവിടെ ഉണ്ടാകണം. There also need to be a church, Christ alone and scripture alone, a faith-based church. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. Request all of your prayers. നമുക്കൊരു സന്തോഷമല്ലേ, നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തന്നെ കുറച്ച് ആളുകൾ വേറൊരു സ്റ്റേറ്റിലുണ്ടെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. We all should be glad that because there is a sister church in Arizona, the area of Arizona. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ അവർക്ക് വേണ്ടി ഞാൻ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. I usually pray every day by mentioning all of your names. Similarly, I mention all of their names also in my prayers. ഞാൻ അങ്ങനെയൊക്കെ പറയാൻ കാര്യം നിങ്ങളും പ്രാർത്ഥിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. So I need to encourage you all. Please uphold them also in your prayers. ഞാനൊരു സർമണൊക്കെ പ്രിപ്പയർ ചെയ്താ വന്ന, പക്ഷേ അത് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ 1-2 കാര്യം ഒന്ന് പറഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ പറയാം. I prepared a sermon to deliver you, but I am not too sure about the time. If time permits, I will deliver you the. ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈ ചില ആൾക്കാരൊക്കെ ഫാഷനായിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വന്നപ്പോൾ കിട്ടുന്നത് എനിക്ക് അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ചിന്തിച്ച കാര്യമാണ് കേട്ടോ.
I was thinking while I was getting here. 1 Corinthians 12. 1 Corinthians 12. Let us turn our attention to 1 Corinthians 12 അധ്യായം. അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ അതിൻ്റെ കോണ്ടസ്റ്റ് കൃപാവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാനൊന്ന് വായിക്കാം. 1 Corinthians chapter 12 verses 12 onwards വായിക്കുന്നു. ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്ന പോലെ ആകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനെ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ഞാൻ ആ വാക്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. ശരീരം ഒരവയവമല്ല, പലതത്രേ. ശ്രദ്ധിച്ചോണം അവിടെ മുതൽ. ഞാൻ കൈയല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവനും ശ്രവണമായാൽ ഘ്രാണം എവിടെ? ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. സകലവും ഒരവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലിനോട് നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവയെന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളതാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവയെന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവർക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർക്കുന്നു. അതിനാൽ ശ്രദ്ധിച്ചു കേട്ടോണം. ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങൾ ഒക്കെയും കൂടെ സന്തോഷിക്കുന്നു. അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ മാത്രം വായിക്കാം. Verses 25 and 26. So that there may be no division in the body, but that the members may have the same care for one another. And if one member suffers, all the members suffer with it. If one member is honored, all the members rejoice with it. Amen. എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ കാര്യം മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് എന്താണെന്നുള്ള കാര്യം. I believe that you already understood what I am about to say. ശ്രദ്ധിച്ചിരിക്കണം. 1-2 കാര്യം പറഞ്ഞ് സമയമുണ്ടെങ്കിൽ മറ്റു കാര്യം പറയാം. Requesting your undivided attention. ആ ലാസ്റ്റ് വാക്യം നമ്മൾ വായിച്ചതിനകത്തെ 25-ാമത്തെ വാക്യം, ഒരവയവം കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. If one member suffers, all the members suffer with it. If one ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് 13-ാം വാക്യമാണ്. നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനം ഏറ്റിരിക്കുന്നു. അതായത് ആത്മസ്നാനം ഏറ്റ അതിനെപ്പറ്റിയൊക്കെ ഡിഫറൻറ്റ് പഠിപ്പിക്കലുണ്ട്. ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നില്ല. ആത്മസ്നാനത്താൽ ഒരു ശരീരമായിട്ട് നമ്മൾ മാറി. ഒരു ശരീരമായിട്ട് മാറി. ക്രിസ്തുവാണ് തല. We became one body with Christ as the head, and we were baptized into that one body. ഒരു ശരീരവും ഒരു തലയും പല അവയവങ്ങളും. One body, one head with different organs. ഈ അവയവങ്ങളെ എല്ലാം ഡിസൈൻ ചെയ്തത് തല തന്നെയാണ്. ഈ അവയവങ്ങളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതും തല തന്നെയാണ്. All the members of the body are being controlled and designed by the head. ഒരവയവത്തിന് വേദന വന്നാൽ എല്ലാ അവയവങ്ങൾക്കും വേദനയാണ്. One of the organs, if it starts to suffer, all of the body will feel the pain of that member. മറുവശം ഒരവയവത്തിന് വലിയ മാന്യതയുണ്ടായാൽ അത് ദൈവസഭയുടെ മാന്യതയാണ്.
In the similar fashion, if one member get great honor, the whole church get that great honor. നമ്മുടെ സഭയിലെ ഒരു ഗ്രൂപ്പ് ആളുകൾ വളരെ സ്പിരിച്വൽ ആണെങ്കിൽ അത് ശരീരത്തിന് മുഴുവൻ മാനമാണ്. നമ്മുടെ സഭയിലെ ഒരാൾ അനാത്മീയനാണെങ്കിൽ അത് ശരീരത്തിന് മുഴുവൻ ഭാരമാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നു? If one of our members of the church is truly spiritual, then it is an honor for the whole church in the means of spirituality. But if one person is not spiritual, that is a disgrace for the whole church. അതായത് നമ്മുടെയൊക്കെ വീട്ടിലൊരു വാക്യ ബോർഡുണ്ടല്ലോ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. We usually carry a verse plate in all of our houses. As for me and my house, we will serve the Lord. നല്ല വാക്യമാണ്, നല്ല വാക്യമാണ്. It is a beautiful verse. പക്ഷേ അതിനൊരു മറുവശം കൂടെ ഉണ്ട്. There is a other side also for that verse. അത് നമുക്കറിയാമല്ലോ, ജോഷുവ പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് ആ വാക്യത്തിന്. And ഇവിടുത്തെ അർത്ഥം ഞാനും എൻ്റെ ഭാര്യയും ദൈവത്തെ സേവിച്ചാൽ അനുഗ്രഹമായാൽ പോരാ, എൻ്റെ ലോക്കൽ ചർച്ച് മുഴുവൻ എന്ത് ചെയ്യണം? ദൈവത്തെ സേവിക്കണം. And here the context is, if myself and my family are spiritual, that is not enough for the church. The whole local church should be spiritual. ഒരാൾക്ക് ഒരു പ്രയാസം ഉണ്ടായാൽ അത് ലോക്കൽ സഭയെ മുഴുവൻ ബാധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. If one member suffers, the whole local church should be affected by that suffering. നമ്മളിങ്ങനെ, ഞാൻ ഇന്ന് ഒത്തിരി സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും പ്രസംഗിക്കുന്നില്ല, ഇങ്ങോട്ട് നോക്കിയിരുന്നത് കുറച്ച് കാര്യം ഒന്ന് പറയട്ടെ. നോട്ടൊന്നും ഇല്ലാതെ നിൽക്കുന്നത്, അങ്ങനെ നിൽക്കാറില്ലല്ലോ നിങ്ങളുടെ ഉപദേശി. ഈ ഇന്ത്യയിൽ നടന്നൊരു സംഭവം പറയട്ടെ. ഇന്ത്യയിൽ പിള്ളേർക്ക് മനസ്സിലാകാത്ത പേരൻസ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. I would like to mention an incident happened in India. മക്കളെ, നിങ്ങളുടെ പേരൻസ് അമേരിക്ക വരുന്നതിന് മുമ്പ് അവർക്കറിയാവുന്നൊരു കാര്യമാണ്. I am about to tell what parents suffered while they were in India, even before they came here in US. നമ്മൾ മലയാളികൾക്കൊരു വാക്കുണ്ട്, ഒരു ചെലവില്ലാത്തൊരു വാക്കുണ്ട്, സാരമില്ല ബ്രദറെ, അല്ലേ? സാരമില്ല. Usually Malayalis say a phrase, it's okay brother. ദൈവം നടത്തും. God will provide. മുടക്കൊന്നുമില്ലല്ലോ പറയാൻ. There is no expense to comfort with this verse. കർത്താവ് നടത്തും, കർത്താവ് നമ്മളെല്ലാവരും നടത്തും, നമ്മൾ അങ്ങനെ നടന്ന് ജീവിക്കുന്നവരാണെന്നും. ഓക്കെ, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞു വരുന്നത്. I am not saying that even though we say it in a silly way, it's okay, God will provide. ഞാൻ കേട്ടൊരു സംഭവമാണ്, ഒരാൾ പറഞ്ഞാണ്. I heard this incident by saying from another person. ഈ നോർത്തേൺ പാർട്ട് ഓഫ് കേരളയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉപദേശിയുടെ ബൈക്ക് ഒരു മോഷണം പോയി. One of the pastors who was working in the northern part of India, his bike was stolen. കുറച്ച് ആളുകളെല്ലാം കൂടെ വന്ന് പറഞ്ഞു, ഉപദേശി ദൈവം നടത്തുമെന്ന് പറഞ്ഞു. A group of members came and approached the pastor and said, Pastor, God will provide, God will take care of you. അത് ഇംഗ്ലീഷിൽ ഒക്കുകയല്ല പറഞ്ഞല്ലോ, അതാ പ്രശ്നം. അതൊരു ഉപദേശി പറഞ്ഞെന്താ പറഞ്ഞേ, പോയ അന്ന് മുതൽ ഞാൻ നടക്കുകയെന്ന്. Got the meaning? Yeah. The pastor replied that, yeah, I am walking by foot since the day that bike got stolen. ഞാൻ പറഞ്ഞത് ഈ ചെലവില്ലാത്ത കുറച്ച് വാക്കുകൾ നമുക്കുണ്ട്. ഒരു മുടക്കമില്ല, ദൈവം നടത്തും പറഞ്ഞത് ആർക്ക് പറയാൻ മേലാത്ത. There are a lot of phrases which we can use freely without any expense. 1 Thessalonians 5:14 ഒരു വാക്യമുണ്ട്, ബലഹീനനെ താങ്ങണം. അത് മലയാളത്തിൽ വേറൊരർത്ഥം കൂടെ ഉണ്ട്, അല്ലേ? Amen. 1 Thessalonians 5:14, there is a verse that uphold those who are weak. അത് താങ്ങുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ അപ്ഹോൾഡ് ചെയ്യുക എന്നാണ് എൻ്റെ അർത്ഥം. എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളെല്ലാം ചെയ്യുക. അവരോട് ഇടപെടണമെങ്കിൽ ഇടപെടുക, അവരുടെ വീട്ടിൽ പോകണമെങ്കിൽ വീട്ടിൽ പോവുക, പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുക. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. Uphold when the people are weak. The meaning is, in whichever way we can strengthen a person who is weak, we should do that. ഡോക്ടറിന്റെ കാര്യത്തിലാണെങ്കിൽ ബൈബിൾ പറഞ്ഞു കൊടുക്കുക. If they are weak with doctrine, we need to tell them the true Bible. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇടയിൽ ഒത്തിരി ബലഹീനരൊക്കെ ഉണ്ട്. I am about to say that many people are weak amongst us. നാളെ നമ്മളും വീക്ക് ആകാം, അല്ലേ? Maybe tomorrow we also might be weak. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയിൽ ഈ സ്ക്രിപ്ചർ പോലെ നമ്മളാകണം.
We always need to uphold each other in prayer. കൈക്ക് വേദന വന്ന കാല് പറയുക, ഓ കൈക്കല്ലേ കാലിനല്ലല്ലോ എന്നാ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും അവയവം പറയുമോ? When our leg hurts, did any of our organs say, especially if hand will say to foot, oh, it's not hand, it's only foot? ഒരിക്കലും പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ എന്നാണ് ബൈബിൾ പറയുന്നത്. That is why we are meditating that church is the body of Christ. ഒരവയവത്തിന് വേദനയാണെങ്കിൽ അതെൻ്റെ വേദന തന്നെ ആയിരിക്കണം. And if one member suffers, that suffering should be my suffering. നമ്മൾ ഇപ്പം പറയുക, ഒരു ദിവസം കാലും മൂക്കൂടെ വഴക്ക് പിടിച്ചെന്ന് കൂട്ടിക്കോ. കാലും മൂക്കൂടെ അവയവം ഇതിനകത്ത് ഏതാ മൂക്ക് ആരാ കാലം നമുക്കറിയാൻ പാടില്ല. കാലും മൂക്കൂടെ വഴക്ക് പിടിച്ചെന്ന് കൂട്ടിക്കോ. Just imagine one day leg and nose got a fight with each other. അന്നേരം കാല് പറയുക, അങ്ങനെ നീ എപ്പോഴും മൂക്കിനോട് പറയും, നീ അങ്ങനെ എപ്പോഴും മൈക്കിൻ്റെ മുന്നിൽ നിൽക്കണ്ട, ഞാൻ കുറച്ച് ദിവസം നിൽക്കാം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വൃത്തികേടായിരിക്കും കണ്ട. Just imagine leg was complaining and telling that, nose, you are always standing in front of the mic, you are not supposed to do that. ആ മൂക്കിൻ്റെ ഭാഗത്ത് കാല് വെച്ചൊന്ന് കണ്ണാടിയിൽ നിന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. Just imagine in the place of our nose, leg is being or foot is being placed. ഞാൻ പറഞ്ഞു വരുന്നതിന് അർത്ഥം മനസ്സിലാവുന്നു? I think you are getting my point. ഒരവയവത്തിൻ്റെ നമ്മുടെ ചർച്ചിൽ ഒരാൾ അല്ലെ ഒരു മോന് കഴിവുണ്ട്, അവൻ പ്രാർത്ഥിക്കാനും പാടാനും ഒക്കെ മിടുകനാണെങ്കിൽ അത് സഭയുടെ അഭിമാനമാണ്. മനസ്സിലാവുന്നോ? If one person has a talent to sing or to preach or to say something, and that is a benefit for the whole church. നമ്മുടെ സഭയിൽ ഒരുത്തൻ ആത്മീയമായിട്ട് മുന്നോട്ട് വരുന്നില്ലെങ്കിൽ അത് സഭയുടെ ഭാരമാണ്. If a person is not coming or growing with spirituality, that is a burden to the whole church. ഒരു രോഗം നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ, ഒരു അവയവത്തിന് വരുമ്പോൾ ഹോൾ ബോഡിയെ ബാധിക്കുന്ന പോലെ നമ്മുടെ ഇടയിലെ ഒരുവൻ്റെ വേദന നമ്മളെ മുഴുവൻ ബാധിക്കണം. നമ്മുടെ അവയവത്തിന് വേദന വരുന്ന പോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം, സഹായിക്കണം. Always remember, if one member suffers, all the members suffer with it. And we have to bear that suffering with that family or with that person as a whole church. ഒരാളുടെ ക്ഷീണം സഭയെ മുഴുവൻ ബാധിക്കും. അങ്ങനൊരു ചിന്ത നമുക്കില്ലല്ലേ? ഉണ്ടോ? Whenever a person is weak, always you need to think that weakness will affect the whole church. അതുകൊണ്ട് നമ്മുടെ സഭയിലെ ഒരാളുടെ കണ്ണുനീരൊഴുകുമ്പോൾ ദൈവസഭയുടെ കണ്ണുനീരൊഴുകണം. Whenever a person is tearing up, the whole church needs to tear up. ഏതെല്ലാം നിലയിൽ പ്രാർത്ഥിക്കാമോ, സഹായിക്കാമോ, സഹകരിക്കാമോ ആ നിലയിലെല്ലാം നമ്മളത് ചെയ്യണം. In whichever way we can help or we can pray, we need to participate in the suffering no matter which way it is. ഒരവയവം സ്മാർട്ട് അല്ലായിരിക്കാം, പക്ഷെ ആ അവയവത്തെയും കരുതണം. Even if a member, one of the members may not be that smart, but we need to take care of that weak part. ഒരവയവത്തിന് നമ്മുടെ അത്ര സ്പിരിച്വാലിറ്റി ഇല്ലെങ്കിലും തള്ളിക്കളയരുത്, ചേർത്ത് പിടിക്കണം. Even if one of the members are not that truly spiritual, still we need to accommodate them. അതുകൊണ്ട് അങ്ങനെ പരസ്പരം പ്രാർത്ഥിക്കുമ്പോഴാണ്, അതിൻ്റെ പേരാണ് ഓൾഡ് ടെസ്റ്റമെന്റ് ലാംഗ്വേജിൽ പറഞ്ഞാൽ സ്റ്റാൻഡ് ബിറ്റ്വീൻ, സ്റ്റാൻഡിങ് ഇൻ ദ ഗ്യാപ്പ്. ഇടിവിൽ നിൽക്കുക, വിടവിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അർത്ഥം. That is the meaning of intercession or standing in the gap. അങ്ങനെ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ചർച്ച് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകണം. ഈ ആഴ്ചയിൽ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങണം. So especially spend some time in prayer. Especially this week we need to spend and allocate certain time for prayer. ഇനിയും ഈ വാക്യം പിന്നീട് എപ്പോഴേലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ ബലഹീനത, ഒരാളുടെ ബലഹീനത സഭയുടെ ബലഹീനതയാണ്. ഒരാളുടെ രോഗം സഭയുടെ രോഗമാണ്. ഒരാളുടെ സൗഖ്യം സഭയുടെ സൗഖ്യമാണ്. ഒരാളുടെ കണ്ണുനീർ സഭയുടെ കണ്ണുനീരാണ്. ഒരാളുടെ സന്തോഷം സഭയുടെ സന്തോഷമാണ്.
So think that one member's weakness is church's weakness, one member's strength is church's strength, one member's sickness is church's sickness, and one member's healing is church is getting healed. ഇത് മനസ്സിലാകണമെങ്കിൽ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റവർക്ക് മാത്രമേ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകത്തുള്ളൂ. If we want to understand the seriousness of this subject, one person who is truly baptized in the Holy Spirit only can absorb this message. അല്ലാതെ അവനത് വേണമെന്ന് പറയരുത്, നാളെ എനിക്കും അത് വേണ്ടി വരുത്തും ദൈവം. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. So never ever say that should happen to that person because tomorrow is waiting for you. സ്തോത്രം. അടുത്തൊരു ധാരണയുണ്ട്. ഞാൻ പണ്ട് ഓർത്തുണ്ടല്ലോ, ഈ രോഗം തരുന്നത് മൊത്തം പിശാചാണ്, ദൈവത്തിൻ്റെ പരിപാടി സൗഖ്യമാക്കുക എന്ന് മാത്രമാണ്. ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്, വേദപുസ്തകം വായിക്കാതെ പ്രസംഗിച്ചതാണ്. പക്ഷെ പിന്നീട് നിർത്തി. Many years back, I was thinking that the sickness is always brought up by Satan, and I even preached when I was unaware truly the scripture. വേദപുസ്തക പ്രകാരം ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ പിശാചിനൊന്നും ചെയ്യാനായിട്ട് എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. According to the scripture, without God's permission, no one can touch us. ഈ സാത്താൻ പൗലോസിനെ തടഞ്ഞു എന്ന് തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. We are reading in Thessalonians chapter 2, Satan actually hindered Paul. പക്ഷെ തടഞ്ഞത് നന്നായി. കാര്യം എന്നാണെന്നറിയും, അതുകൊണ്ടല്ലേ 2 ലേഖനം എഴുതാൻ പറ്റിയ. അവിടെ പോവായിരുന്നെങ്കിൽ ആ ലേഖനം എഴുതാൻ പറ്റുമായിരുന്നു. That hindrance was good because he wrote 2 epistles due to that obstacle. 2 ലേഖനം നമുക്ക് എഴുതി കിട്ടി. അതിനകത്ത് എഴുതി വെച്ച് സാത്താൻ ഞങ്ങളെ തടഞ്ഞു, പക്ഷെ തിമോത്തിയോസ് അവിടെ പോകുന്നു, വിവരം അറിയുന്നു, വീണ്ടും ലേഖനം എഴുതാനായിട്ട് സഹായിക്കുന്നു. ദൈവത്തിൻ്റെ കരം എല്ലാ തടസ്സങ്ങളുടെ പിന്നിലും ഉണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. Amen. That is the reason we received 2 epistles. Always remember that in every obstacle or in every trials or sufferings, there is a hand behind that, of God behind that. പീറ്ററിനോട് കർത്താവ് പറയുന്ന കാര്യമുണ്ട്, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ. അടുത്ത വാക്കിന് അനുവാദം. അയ്യോ, അന്നേരം അനുവാദം വേണോ? ആരുടെ അനുവാദം വേണം? Amen. Hallelujah. And another incident, Peter's life. Lord Jesus was saying that Satan asked my permission to fan you. ഞാൻ ആ വാക്യം എവിടെ നോക്കുന്നത്, ലൂക്ക് ലാസ്റ്റിലായിട്ട് ആ ഭാഗത്താണ്, അറിയാമല്ല സംഭവം. സാത്താൻ നിന്നെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. അവിടെ നിന്ന് തന്നെ നമുക്കറിയാം, ശീമോനെ പാറ്റാനും ദൈവത്തിൻ്റെ പെർമിഷൻ ഉണ്ടായാൽ മാത്രമേ സാത്താന് ചെയ്യാൻ പറ്റത്തുള്ളൂ. We can understand the context that even though Peter was such a strong disciple, still if he needs to go through certain situation, if Satan wants to touch Peter, God needs to give permission. അതിൻ്റെ റിസൾട്ട് എന്നാ ഉണ്ടായെന്ന് അറിയാമോ? Hallelujah. സ്തോത്രം. ഈ ശീമോനെ ശീമോനെ എന്നുള്ള വിളി പിന്നീട് ആക്ട്സ് ചാപ്റ്റർ 2 മുതൽ ഇല്ല. പീറ്റർ എന്നാ വിളിക്കുന്ന, സ്ട്രോങ് ആയി തൻ്റെ പതിരെല്ലാം പോയി ദൈവപ്രസാദകരമായ ഹോളിയായ കർത്താവിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ഒരു പീറ്ററിനെ സാത്താൻ്റെ പരീക്ഷണത്തിലൂടെ ദൈവം ഒരുക്കുകയായിരുന്നു. We can see in the gospel Simon, Simon, that was the calling. But after that, Simon became Peter or Petra, rock. After that, he doesn't need because he became strong. ശൗലിനെ കുത്താൻ പിശാചിനെ ദൈവം എന്ത് ചെയ്തേക്കുക? ഏൽപ്പിച്ചേക്കുക. Saul was being tormented with a weapon and God permitted Satan to torture him. നിങ്ങൾക്കറിയാമോ എന്തിനാ കുത്താനായിട്ട് ഏൽപ്പിച്ചേ? നിഗളിക്കാതിരിക്കാൻ വേണ്ടിയാ. In order to make him humble, God permitted Satan to torture him. നമ്മളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി, നമ്മളെ താഴ്ത്താനും നമ്മളിവിടെ താൽക്കാലികമാണെന്ന് മനസ്സിലാക്കാനും ദൈവത്താൽ നമ്മുടെ ജീവിതത്തിൽ പല സംഭവങ്ങൾ ഉണ്ടാകുന്നു. എല്ലാം തൻ്റെ ഇഷ്ടം പോലെ തന്നെയാണ്. Amen. Always remember that from his sovereign will, God is doing certain things on each one of our lives in order to make us holy. അവിടെ രസകരമായൊരു കാര്യമുണ്ട്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ നിഗളി ആരാണ്? പിശാചാണല്ലേ ഏറ്റവും വലിയ നിഗളി. There is an interesting fact there. The one of the most prideful person on this earth is Satan. ഒരുവന്റെ നിഗളം മാറ്റാൻ വേണ്ടി അവനെ എന്ത് ചെയ്തു? അന്നേരം ദൈവത്തിൻ്റെ ജ്ഞാനം നോക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ നിഗളിയെ കൊണ്ട് ഒരുവന്റെ നിഗളം മാറ്റാൻ ദൈവം എന്ത് ചെയ്യായിരുന്നു?
ഉപയോഗിക്കുകയായിരുന്നു. Satan was being used to torture Paul in order to humble Paul. സ്തോത്രം. Hallelujah. ഇയ്യോബിനോട് അങ്ങനെ തന്നെയല്ലേ ചെയ്തത്? ദൈവത്തോട് അനുവാദം ചോദിക്കുകയാണ്. ഇവൻ്റെ ചുറ്റുമുള്ള ഇയ്യോബിന് ചുറ്റും വേലി, അവൻ്റെ വീടിന് ചുറ്റും വേലി, അവൻ്റെ വസ്തുവകയ്ക്ക് ചുറ്റും വേലി. ഇയ്യോബിന് 3 വേലിയാണെങ്കിൽ നമുക്ക് വല്ല കുറവുണ്ടോ? നിങ്ങൾ പറഞ്ഞു. We can see the same incident in the life of Job, where we can see there were 3 hedges of protection around Job. How many more protections we all do? നമുക്ക് ഒട്ടും കുറവില്ല. തമ്പുരാൻ അനുവദിച്ചിട്ടാണ് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. മനുഷ്യൻ പല കാര്യങ്ങളും പറഞ്ഞേക്കാം, പക്ഷെ അതാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. Scripture is very clearly saying that there is a purpose for every suffering, and that is what clearly the scripture is telling to each one of us. ഈ ഫസ്റ്റ് പീറ്ററിനകത്തൊരു വാക്യം ഉണ്ടെന്ന് വരാം എൻ്റെ കൂടെ. ഫസ്റ്റ് പീറ്റർ, ഞാൻ ആ വാക്യം നോക്കിക്കോട്ടെ. 6-ാം വാക്യം മുതൽ നോക്കിയേ. ചാപ്റ്റർ 1 വേഴ്സ്. First Peter, അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അടിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ദിസ് ഈസ് ദ പർപ്പസ് ഓഫ് all test. Amen. We can see for the purpose of all test may be found, like we can see in First Peter, to result in praise and glory and honor at the revelation of Jesus Christ. നമ്മൾ ചിന്തിക്കും, കർത്താവ് ഒരു പ്രാർത്ഥന, ഒരു ബോധവും ഇല്ലാത്തവന് ഒരു പ്രശ്നമില്ല. നോർമലി നമ്മൾ പറയുന്നത് അവൻ ഒരു പ്രോബ്ലവും ഇല്ല. Many times we usually mention that even if a person was not that spiritual, they don't have any troubles or problems. ഇത്ര ഓർത്താൽ മതി. സെൻട്രൽ ജയിലിൽ കിടക്കുന്നവനായിട്ട് എന്നും തല്ല് കിട്ടുക, അവനെ കൊല്ലാൻ വേണ്ടി എന്ത് ചെയ്തേക്കുക? അവനെ ഏറ്റവും അവസാനം നമ്മളെ കർത്താവ് നേരെയാക്കാൻ കാര്യം എന്നാണെന്നറിയാം, നമ്മൾ അവിടെ അല്ലാത്തതുകൊണ്ടാണ്. നമ്മളെ കർത്താവിന് നടത്തി അതുകൊണ്ടല്ലേ പോള് പ്രാർത്ഥിച്ചത്, നിന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇനിയും എൻ്റെ ശരീരത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, കാര്യം അവൻ്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. That is the reason the great man Paul prayed like this, and he was satisfied by hearing that my grace is sufficient, because that grace is making perfect in all my weaknesses. സ്തോത്രം. അതുകൊണ്ട് ഞാൻ റാൻഡമായിട്ട് കുറച്ച് കാര്യം പറഞ്ഞു, പക്ഷേ ഇതെല്ലാം ഇന്ന് മുതൽ പ്രാർത്ഥിക്കാൻ, താഴ്മയുള്ളവരാകാൻ, വിശ്വസ്തരാകാൻ നമ്മളെ പ്രാപ്തരാക്കണം. From today onwards, you always need to think that we need to be humble, and we need to be gentle, and we need to be more holy, and we need to have more prayer. In order to make all these things to be available, we will have face many sufferings. ഈ ഒന്നിനു പുറകെ ഒന്നായിട്ട് കഷ്ടങ്ങൾ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു ടെമ്പററി മാത്രമാണ് നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യാനായിട്ടുള്ളവരാണ്. Whenever we see sufferings one after another, we need to think our dwelling here is only temporary. ഈ കേരളത്തിൽ നടന്നൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. I would like to mention one incident happened in the area of Kerala. ഇവിടെ ഹോംലെസ്സിനെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഹോംലെസ്, we can see a lot of homeless people around here. അവിടെ നമ്മൾ ഈ നൊമാഡ്സ് ആയിട്ട് വരുന്ന ഒത്തിരി ആളുകൾ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. We can see a lot of nomads in India or Kerala. ഇവിടുത്തെ പോലത്തെ ഈ പബ്ലിക് ബസ് എന്ന് പറയുന്ന അവിടെ സീറ്റിൽ മാത്രമല്ല നിന്നും ആളുകൾ പോകാറുണ്ട്, കാര്യം അത്രയ്ക്ക് പോപ്പുലേഷനാണ് അവിടെ എല്ലാം. അങ്ങനത്തെ ഏഷ്യൻ കൺട്രീസിലൊക്കെ Due to since it's a developing country and the population is so high, we can see a lot of people are filled, buses are filled with the people. നമ്മുടെ ഒരു ബിലീവർ ആൻറ്റി ഒരിക്കലും ഒരു ബസ്സിൽ യാത്ര ചെയ്യണം. നടന്ന സംഭവം. One of the believer aunties was traveling in a public transportation in a bus. അന്നേരം അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഒരു നല്ല മഴയുള്ളൊരു സമയം ഒരു ഹോംലെസ് ഒരു കൊച്ചിനെയായിട്ട് ബസ്സിൽ കയറി. And from the next stop, a nomad came with a baby inside the bus. ഓൾറെഡി നമുക്കറിയാം ഇവർ കുളിക്കത്ത് പോലുമില്ല. We know that persons, they are dirty, they won't
be clean. ഈ ഈ കയറിയ ആ പുള്ളിക്കാരത്തി അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസി ആൻറ്റി സീറ്റായിരിക്കുന്നു, ഈ പുള്ളിക്കാരത്തി ആ സീറ്റിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക, വേറെ സീറ്റിലിരിക്കാൻ. And that auntie, believer auntie, was sitting in a seat, and the other person with the baby got inside the bus and about to sit. ആ സീറ്റിനോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുക, Yeah, സ്പേസിലിരിക്കുക. she was standing next to the seat where our believer auntie was sitting. ഈ ഈ നൊമാഡിൻ്റെ കയ്യിൽ ഒരു കവറുണ്ട്, ഒരു കൊച്ചുണ്ട്, നനഞ്ഞൊരു കുടയുണ്ട്, ഇത്ര സാധനമുണ്ട്. This nomad, that person who came inside the bus has a bag, a baby, and a wet umbrella. ഈ നൊമാഡ് എന്നറിയാമോ, ഈ കൊച്ചിനെ കൊണ്ട് നമ്മുടെ ആൻറ്റിയുടെ കയ്യിലോട്ട് കൊടുത്തു. ചോദിച്ചൊന്നുമില്ല, കൊച്ചിനെ കൊണ്ട് കൊടുത്തു, കാര്യം വേറെ ഓപ്ഷൻ ഇല്ല, കൊണ്ട് This കൊടുത്തു. nomad actually didn't even ask the permission, just handed that baby to that auntie which was sitting there. നമ്മുടെ ഇങ്ങനെ വിറച്ചിരിക്കുക, ഇത് എന്നാ ചെയ്യണേ. That auntie was shocked. What I need to do with the baby? ഈ ചെളിയായ കവറുണ്ടല്ലോ, നമ്മുടെ ആൻറ്റിയുടെ ആ സീറ്റും പുള്ളിക്കാരത്തിൻ്റെ കാലിനോടും ചേർത്ത് ഇങ്ങനെ മറിഞ്ഞു പോകാതെ ഇങ്ങനെ വെച്ചേക്കുക, വണ്ടി ഓടുക, ബസ് ഓടുക. And that dirty bag also she placed in between the leg of that auntie who was sitting. ഇങ്ങനെ കുറച്ചു നേരം പോയപ്പം എവിടുന്നോ ബസ്സിനകത്തുനിന്ന് വെള്ളം വീഴുന്നു ഈ നമ്മുടെ ആൻറ്റിയുടെ തലയിലോട്ട്. The bus was going on, and bus was traveling, and there were something was dripping, and that auntie was feeling water was pouring from somewhere. നോക്കിയപ്പോൾ ഈ മഴയത്ത് ഈ പുള്ളിക്കാരത്തി പിടിച്ചോണ്ട് വന്ന് കുട മേളത്തെ കമ്പിയെ കൂട്ടി പിടിച്ചേക്കുക. ആ കുടയെന്നാണ് വെള്ളം ഡ്രോപ്പ് ചെയ്ത് ഈ ആൻറ്റിയുടെ തലയിലോട്ട് വീഴുന്നത്. She was holding the bus, and while she was holding the bus, she was carrying that wet umbrella also. From that umbrella, water was dripping in. നെക്സ്റ്റ് സ്റ്റോപ്പ് ആയപ്പം ഒരു സീറ്റ് കിട്ടി. ഈ നൊമാഡായിട്ടുള്ള ഈ ഹോംലെസ് ആയ പുള്ളിക്കാരത്തി ഈ കവറും കൊടയായിട്ട് പോയി ആ സീറ്റേ പോയിരുന്നു, കൊച്ചിനെ എടുത്തില്ല. Next stop, she got another seat. This nomad auntie, that person just took the umbrella and the bag, but she didn't take care of the baby, and she took that seat. ഒരു 2-3 സ്റ്റോപ്പ് കഴിഞ്ഞപ്പം ഈ നൊമാഡിന് ഇറങ്ങാനുള്ള സ്ഥലമായപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ആൻറ്റിയുടെ കൊച്ചിനെ എടുത്തോണ്ട് ഒറ്റ പോക്ക്. കണ്ടാൽ ഓർക്കും നമ്മുടെ ആൻറ്റി കൊച്ചിനെ പിടിച്ചു വെച്ചേക്കാരെന്ന് ഓർക്കുന്ന പോലെ പിടിച്ചെടുത്തോണ്ട് അങ്ങ് പോയി. After a few more stops, this nomad stop came, and she grabbed the baby without even asking the permission of the auntie, and got out of the bus. വീട്ടിൽ ചെന്ന് മോനോട് ഈ കഥ പറഞ്ഞമ്മ. And then this believer auntie shared this story once she reached home to her own son. നമ്മുടെ പിള്ളേരല്ലേ, നമ്മുടെ പിള്ളേർ, കേരളത്തിലെ പിള്ളേർ, ഒരെണ്ണം കൊടുക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. That son asked, why didn't you slap her? ആ അമ്മ പറഞ്ഞെന്നാ പറയുന്നത്, ഞാൻ ഒത്തിരി ലോങ് ജേർണി ആയിരുന്നു. ആ നൊമാഡ് ഒരു 5 മിനിറ്റ് എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ള ആ വണ്ടിയിൽ. എൻ്റെ ലോങ് ജേർണിയുടെ ദൈർഘ്യം ഓർത്തപ്പം അതൊരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ, ഞാനങ്ങ് എന്ന് പറഞ്ഞ പോലെ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്. ക്ലിയർ? Amen. So that auntie was replying that my journey was such a long journey, and that auntie got inside the bus was a very few stops only. So I was able to bear that. Similarly, we need to think as a true believer, our journey is, though we are feeling that our journey is long and suffering, we need to think the everlasting happiness or pleasure waiting for us in heaven. So just ignore all the pains and sufferings over this earth. നമ്മൾ പാടുന്നൊരു പാടില്ലേ, കഷ്ടമുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട് ഈ വീതിയിൽ. മതി സമയമില്ല, ഇതിനകത്തുള്ളതാണ്. ചില രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കും, ചിലത് നമ്മൾ മരണം വരെയും കൊണ്ട് നടക്കേണ്ടി വരും. എല്ലാ കാലത്തും നിത്യത വരെ എന്നെ നടത്തുന്ന നിന്റെ കൃപ എനിക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. Always remember that His grace is sufficient, because that made perfect in our weaknesses. സ്തോത്രം. Amen. എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ അടുത്ത ആഴ്ചയിൽ ഈ ആഴ്ച പ്രിപ്പയർ ചെയ്ത സർമ്മ ദൈവനെ വെച്ച് പ്രസംഗിക്കാം.